നമസ്കാരം, ഇടുക്കി ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. രാവിലെ 6 മണിക്ക് തന്നെ ജിമ്മിലെത്തി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും ആദ്യം ചെയ്തത് ഗ്രൂപ്പ് കാർഡിയോ എക്സസൈസുകളാണ്. വീഡിയോയിൽ കാണുന്നത് വെയിറ്റ് വർക്കൗട്ടിന് ശേഷമുള്ള ട്രെഡ്മില്ലും സൈക്ലിങ്ങുമാണ്. മച്ചന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നേരിട്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ് റിജക്ഷൻ. എല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റി നിർത്തലുകൾക്ക് വിധേയരായിട്ടുണ്ടാവുമല്ലോ. ചെറുപ്പത്തിൽ സുഹൃത്തുക്കളിൽ നിന്ന്, കൗമാരത്തിലെത്തിയപ്പോൾ ചിലപ്പോൾ പ്രണയത്തിൽ നിന്നായിരിക്കും, നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, അങ്ങനെ എന്തെല്ലാം തിരിച്ചടികൾ, മാറ്റി നിർത്തലുകൾ. നമ്മുടെ ജീവിതത്തിൽ പൊതുവായി എന്തൊക്കെ നെഗറ്റീവുകൾ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം റിജക്ഷൻ്റെ പരിധിയിലേക്ക് ഞാൻ ഉൾപ്പെടുത്തുകയാണ്. നമ്മളിൽ പലരും പൊതുവായി കേൾക്കുന്ന ഒരു വിഷയമാണ് അവനെക്കൊണ്ടൊന്നും പറ്റത്തില്ലടാ എന്നുള്ള അടക്കം പറച്ചിലുകൾ, വഴിവെക്കലും കടത്തിണ്ണയിലും നിന്നുള്ള വാഗ്ധോരണികൾ. അങ്ങനെയുള്ള സാഹചര്യത്തിന് നമ്മൾ വിധേയരാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടത് പോസിറ്റീവായ ചിന്തകളാണ്. ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മളെ റിജക്റ്റ് ചെയ്തവരുടെ മുഖം നമ്മളിലേക്ക് കൊണ്ടുവരിക. ഉറപ്പായും അത് നമ്മളെ പോരാടാൻ പ്രേരിപ്പിക്കും. അവനത് കഴിയുമെങ്കിൽ എന്നെക്കൊണ്ടും കഴിയുമെന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു കുഞ്ഞ് പിച്ച വെച്ച് തുടങ്ങുമ്പോൾ എത്ര പ്രാവശ്യമാണ് വീഴുന്നത്? അവൻ പല പ്രാവശ്യം വീണ് വീണ്ടും എഴുന്നേറ്റ് പിന്നെയും വീണ് എഴുന്നേറ്റ് അങ്ങനെ അവൻ നടക്കാൻ പഠിക്കുന്നു. അവൻ വീണിടത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നടക്കുക? നടക്കാൻ ശ്രമിക്കുന്നവനെ വീഴ്ചയുണ്ടാവൂ എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. പ്രായം ഒന്നിനും തടസ്സമല്ല എന്ന മറ്റൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. വാർദ്ധക്യകാലത്ത് ബിസിനസ് തുടങ്ങി വിജയം വരിച്ച എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എനിക്ക് മറ്റൊരാളെപ്പോലെ ഒരിക്കലും ആകാൻ പറ്റില്ല എന്ന മറ്റൊരു തിരിച്ചറിവ് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. എനിക്ക് ഞാനാവാനേ പറ്റൂ. ഒരു വ്യക്തിയെയും നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ഓരോ ആളുകളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അവരിൽ നിന്നും നമ്മൾ വേണ്ടതെടുക്കുക, വേണ്ടാത്തത് തള്ളിക്കളയുക. നമുക്കും ഒരു നാൾ വരും എന്ന തിരിച്ചറിവോടെ പോരാടുക. വിജയം തീർച്ചയായും പരിശ്രമശാലികൾക്കുള്ളതാണ്. നമ്മിലെ ന്യൂനതകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ അടുത്ത കാലത്തായി വൈറലായിട്ടുള്ള ഒരു സ്പീച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന തിരിച്ചറിവ് കൊണ്ടുവരികയാണ് വേണ്ടത്. ആ ലഹരിയിലൂടെ നടന്നു മുന്നേറൂ. ജീവിതം നമ്മുടേതാണ്, വിജയം ഉറപ്പായും നമ്മുടേതാണ്. ബഡീസ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കിട്ടുന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നവർ ഫോളോ ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.